നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്രവായന ശീലമാക്കിയ മലയാളികളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളുടെയും മുൻ പേജിൽ വന്നത്. മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത നമ്മുടെ രാജ്യത്ത് കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചെന്നും ഇനി ഡിജിറ്റൽ കറൻസി വഴിയാണ് എല്ലാ ഇടപാടും എന്നതുമായിരുന്നു. ഇത് ഞെട്ടിലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. നോട്ട് നിരോധനത്തെക്കാൾ വലിയ വാർത്ത വായിച്ച പലരും ഞെട്ടി. നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ടും മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി എന്ന സബ് ഹെഡിങ്ങും സഹിതമായിരുന്നു വാർത്ത. ഈ വാർത്തയിൽ ഉള്ളടക്കം രാജ്യത്ത് പേപ്പർ കറൻസി നിരോധിച്ചതായി RBI ഗവർണർ അറിയിച്ചെന്ന വിധത്തിലും ഉള്ളതായിരുന്നു. ഫെബ്രുവരി 1 മുതൽ പേപ്പർ കറൻസികൾ രാജ്യത്ത് ഉണ്ടാകില്ല എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം. പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്ത വായിച്ചവർ ആദ്യം ഞെട്ടി. പിന്നീട് മറ്റു വാർത്തകളിലേക്ക് കണ്ണോടിച്ചതോടെയാണ് സംഗതി മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന് മനസ്സിലായത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു ഇത്. കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025ന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫീച്ചറായി നൽകിയത്. 2050 പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്നതാണ് ഭാവനയായി മാർക്കറ്റിംഗ് ഫീച്ചറിൽ ഉൾക്കൊള്ളിച്ചത്. പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇതോടെ വാർത്ത വായിച്ചു ഞെട്ടിയ പലരും ആശങ്കപ്പെട്ടു. പരസ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ പത്ര ഓഫീസുകളിലേക്ക് വായനക്കാരുടെ വിളികൾ തുടരുകയാണ്. വാർത്ത കേട്ട് ഞെട്ടി സത്യമാണെന്ന് ധരിച്ചവരും പരസ്പരം വിളിച്ചു. പത്ര ഓഫീസുകളിലേക്ക് ഫോൺ വിളികൾ എത്തി. ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് പരസ്യം നൽകിയതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. അതിനിടെ മാർക്കറ്റിംഗ് ഫീച്ചർ വായിച്ച് തെറ്റിദ്ധരിച്ച ഒരാളുടെ കൂട്ടത്തിൽ മാധ്യമരംഗത്തെ പുലികളെന്ന് അവകാശപ്പെടുന്നവരും ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിൽ മോർണിംഗ് ഷോയ്ക്കിടെ പത്ര അവലോകന സെക്ഷനിൽ ഒരു ദുഃഖവാർത്ത വായിച്ചത് ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു. കറൻസി നോട്ടുകളെല്ലാം നിരോധിച്ചെന്നും ഇനി ഡിജിറ്റൽ കറൻസി മാത്രമാണെന്ന വാർത്ത സത്യമാണെന്ന് വായിച്ച് അതേപടി പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് നൽകി. താൻ വായിക്കുന്നത് അബദ്ധമാണെന്ന് അരുൺകുമാർ തിരിച്ചറിഞ്ഞതുമില്ല. റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് തെറ്റായാണ് വാർത്തയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും അരുൺകുമാർ ഇതിലെ വസ്തുത തിരിച്ചറിഞ്ഞില്ല. പിന്നീട് അബദ്ധം പറ്റിയത് അരുൺകുമാർ തിരിച്ചറിഞ്ഞത്. ഇതോടെ ഉരുണ്ടു കളിക്കുകയാണ് ചെയ്തത്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് മറച്ചുവെക്കുകയാണ് അരുൺ ചെയ്തിരിക്കുന്നത്. ബുദ്ധിജീവിയായ അരുൺകുമാറിന്റെ പോലും മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന് തിരിച്ചറിഞ്ഞില്ല. സാധാരണക്കാരിൽ പലരും വാർത്ത വായിച്ചു ഞെട്ടി. അതിന്റെ മാതൃഭൂമി പത്രം സ്വന്തം ഫോണ്ടിലും ലേഔട്ടിലുമാണ് മാർക്കറ്റിംഗ് ഫീച്ചർ അച്ചടിച്ചത്. അതുകൊണ്ടാണ് വാർത്ത ശരിയാണെന്ന് പലരും ധരിച്ചത്. എന്നാൽ പത്രത്തിൽ മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്നും കൂടാതെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2050 ജനുവരി 24 എന്ന ഡേറ്റ് ലൈൻ തന്നെ മലയാള മനോരമ പത്രത്തിൽ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. പലരെയും ആശങ്കപ്പെടുത്തിയത് കറൻസി നിരോധന വാർത്തയായിരുന്നു. പലരും വാർത്ത ആധികാരികമാണെന്ന് തെറ്റിദ്ധരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ വസ്തുതാ പരിശോധനയും നടത്തി. വാർത്ത വായിച്ചവർ ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് ചായക്കടകളിൽ പോലും ഇരുന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത്രയ്ക്കുണ്ടായിരുന്നു 1-ാം പേജ് മാർക്കറ്റിംഗ് ഫീച്ചറിന്റെ ഇമ്പാക്ട്. എന്നാൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്ത നൽകിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് സൈബറിടങ്ങളിൽ ഉയരുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണമെന്ന് പോലും ചിലർ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ മുടക്കിയാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത്. ജനയുഗം, ദീപിക, മംഗളം, മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, വീക്ഷണം, ചന്ദ്രിക, സുപ്രഭാതം, ജന്മഭൂമിയിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നു.